കോച്ചിങ് ഇല്ലാതെയും നമുക്ക് PSC ടോപ്പർ ആവാം. ഞാൻ ഒരു തരത്തിലുള്ള കോച്ചിങ്ങിനും ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ പല കോച്ചിങ് സെൻറ്റേഴ്സും റാങ്ക് കിട്ടിയ ശേഷം ഫോട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കോച്ചിങ് എടുത്തിട്ടില്ല, സ്വന്തമായിട്ട് പഠിക്കുകയായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പഠിച്ചത് കൂടുതലും മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടുതലും കേൾക്കുന്നത് ജനറൽ PSC ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോച്ചിങ് ഇല്ലാതെയും ടോപ്പർ ആവാം എന്ന് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ കോച്ചിങ് എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ജനറൽ PSCക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ടല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയയും കൂടാണ് ജനറൽ PSC. അതായത് പെരിഡി ക്ലർക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഇതെല്ലാം തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കോച്ചിങ് എടുക്കുന്നതാണ് നല്ലത്. അത് തന്നെ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിനും ജോയിൻ ചെയ്താൽ പോരാ. ഏറ്റവും മുൻനിരയിലുള്ള നല്ല കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് നല്ലതെന്നൊക്കെ നിങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എടുക്കുക. ഇനി എല്ലാ ആളുകൾക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വയം പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കോച്ചിങ് ഇല്ലാതെ പഠിച്ച് PSC ടോപ്പർ ആവാൻ കഴിയും. അതിന് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആദ്യം നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഏത് എക്സാമിനാണ് കാര്യമായിട്ട് തയ്യാറെടുക്കാൻ പോകുന്നത്? LDC ആണോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണോ, യൂണിവേഴ്സിറ്റി ആണോ, കമ്പനി ബോർഡാണോ, ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ കുറേ എക്സാംസ് എഴുതാൻ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അതിൽ ഒരെണ്ണം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഏകദേശം സിലബസ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സാം അങ്ങോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സിലബസ് നമ്മൾ ഡൗൺലോഡ്